നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പനി പിടിച്ച് പ്രവാസി സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊല്ലം ജില്ലയിലെ നീണ്ടകര മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമുക്ക് പറയത്തക്ക രീതിയിലുള്ള വലിയ മാറ്റങ്ങളൊന്നുമില്ല, എങ്കിലും കുറച്ചൊക്കെ മാറ്റമുള്ളത് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇന്നത്തെ വീഡിയോ നമ്മൾ ആരംഭിക്കുന്നത് നീണ്ടകര താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് നിന്നാണ് പോകുന്നത്. ചവറ പോലീസ് സ്റ്റേഷൻ എത്തുന്ന ശങ്കരമംഗലം വരെയുള്ള കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ചെറിയൊരു അപ്ഡേറ്റാണ്. നമ്മളിപ്പം നീണ്ടകര താലൂക്ക് ഹോസ്പിറ്റൽ കഴിഞ്ഞ് പുത്തൻതുറയിലെ അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് വരികയാണ്. കോൺക്രീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞേച്ച് നേരെ മുമ്പോട്ട് പോകുമ്പം അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണം നമ്മൾ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന ഭാഗം കഴിഞ്ഞേച്ച് നേരെ വടക്കേ സൈഡിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. രണ്ട് സൈഡിലുമായിട്ട് വാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് റോഡ് പൊളിച്ചു മാറ്റിയിട്ട് ആ വേസ്റ്റ് മണ്ണൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നതായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. ഇപ്പം കുറേയൊക്കെ അത് കൂട്ടി വെച്ചിരുന്നത് എടുത്ത് മാറ്റിയതിന് ശേഷം ഇവിടെ വാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡിലെയും സർവീസ് റോഡിൻ്റെ നിർമ്മാണം ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. പിന്നെ ഈ വളവ് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ നേരെ ചവറ പാലത്തിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ വരുന്നത്. ഇവിടെ നമ്മൾ കാണുന്ന വശത്ത് പഴയ റോഡ് നിലനിന്നിരുന്നതിൻ്റെ ഭാഗത്ത് ആദ്യം ഇടത്തേ സൈഡിലായിട്ട് 3 വരിക്ക് ആദ്യമേ കുറച്ച് പണി കഴിഞ്ഞതിന് ശേഷം ടാർ ചെയ്തു. പിന്നെ വലതുഭാഗത്ത് പഴയ റോഡ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമായിരുന്നു. അത് പൊളിച്ചു മാറ്റിയിട്ട് ഇപ്പോൾ അവിടെ മെറ്റലൊക്കെ കൊണ്ടുവന്നിട്ട് GSB ഒക്കെ ഇട്ട് നിരത്തിക്കൊണ്ടിരിക്കുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പണി വിശ്വസമുദ്രയുടെ കുറച്ച് സ്ലോവിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും കേരളത്തിൽ ഇപ്പം ഓഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലുകൾ നടക്കുന്നത് കൊണ്ട് നിർമ്മാണങ്ങളൊക്കെ കുറച്ച് കരാർ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനിക്കാർ കുറച്ച് സ്ലോവിലൊക്കെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ നേരെ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം നമ്മൾ ചവറ പാലത്തിൻ്റെ അടുത്തായിട്ട് എത്തും. പ്രധാന പണി ഇപ്പം നടക്കുന്നത് ചവറ പുതിയതായിട്ട് പഴയ പാലം പൊളിച്ചു മാറ്റി പുതിയ 2 പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് തുടങ്ങാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് വലതുഭാഗത്തായിട്ട് ആദ്യത്തെ പാലത്തിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പൈലിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് പിയർ ക്യാപ്പിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം നമുക്ക് ഈ നിലവിൽ റോഡിൻ്റെ വലതുഭാഗത്തായിട്ടായിരുന്നു വാൾ പാനൽ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇടതുഭാഗത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇടതുഭാഗത്ത് ഇപ്പം വാൾ പാനൽ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് മണ്ണ് അവിടെയും ഉയർത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വലതുഭാഗത്തായിട്ടാണ് പൈലിങ് കഴിഞ്ഞ് പിയർ ക്യാപ്പിൻ്റെ ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് തൂണുകളൊക്കെ എത്രത്തോളം നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ടെന്ന് നമുക്കിപ്പം കാണാൻ പറ്റും. പിന്നെ ഇവിടെ ചവറയിൽ ഇപ്പം ഇത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് മുന്നോട്ട് ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേണമെന്ന് പറഞ്ഞിപ്പം സമരം ചവറ ഭാഗത്തും തുടങ്ങിയിട്ടുണ്ട്. സത്യത്തിൽ വേണമെന്നാണ് എൻ്റെയും അഭിപ്രായം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമ്മൾ ഈ ഇറക്കമിറങ്ങി പിന്നെ കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് വരുമ്പോൾ പിന്നെ വാൾ ബ്ലോക്ക് ഉയർത്തി പിന്നെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയായിരിക്കും. അപ്പോഴത്തേക്ക് ചവറ ഒരുപാട് മൂടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് ഫ്ലൈ ഓവർ തന്നെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇച്ചിരി നീളത്തിലായിട്ട് തന്നെ ഫ്ലൈ ഓവർ ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിലൊക്കെ ഈ വാഹനങ്ങൾ കൊണ്ടിടാനുള്ള സ്ഥലം കൂടെ കിട്ടുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സ് ഇവിടെ വിശാലമായിട്ട് കിടക്കുകയാണ്, അതിനകത്ത് രേഖപ്പെടുത്താം. അപ്പോൾ നമ്മളിപ്പം ചവറ പാലം കഴിഞ്ഞ് നേരെ എത്തിയിരിക്കുകയാണ്. ആദ്യമേ ചവറ പാലത്തിൻ്റെ വലത്തേ സൈഡിലുള്ള പാലത്തിൻ്റെ നിർമ്മാണം കഴിഞ്ഞ് അതുവഴി വാഹനങ്ങൾ കടത്തി വിട്ടതിന് ശേഷം പഴയ പാലം പൊളിച്ചു മാറ്റി രണ്ടാമത്തെ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാനുള്ള സാധ്യതയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. ഇവിടുന്ന് പിന്നെ 2 സൈഡിലും വാൾ ബ്ലോക്ക് ഉയർത്തി പിന്നെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് പിന്നെ നമ്മുടെ കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ അടുത്തായിട്ടായിരിക്കും വരുന്നത്. ചെറിയൊരു അണ്ടർപാസിൻ്റെ നിർമ്മാണമാണ് അവിടെ കഴിഞ്ഞത്. കുറേ നാളായിട്ട് ഈ പണികൾ നമ്മൾ കാണുന്ന രീതിയിൽ തന്നെ ഇങ്ങനെ കിടക്കുകയാണ്. എത്രത്തോളം പോച്ച പിടിച്ച് കിടക്കുന്നുണ്ടോ അത്രത്തോളം പണി കഴിഞ്ഞത് അത്രത്തോളം കാലമായിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അത് കഴിഞ്ഞ് നേരെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. കൊറ്റംകുളങ്ങര കഴിഞ്ഞേച്ച് നമ്മളിനി നേരെ വരുന്നത് നല്ലെഴുത്ത് മുക്ക് ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെ നിന്ന് പിന്നെ മുമ്പോട്ട് പോകുമ്പോഴും എനിക്ക് പറയാൻ വേറെ വാക്കുകളൊന്നുമില്ല. വലുതായിട്ട് പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. ഏകദേശം
കുറച്ചൊക്കെ മാറ്റങ്ങളുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അതുകൊണ്ടാണ് വീഡിയോ ചെയ്തത്. അപ്പം നീണ്ടകര മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള അപ്ഡേഷനിൽ ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ ഏറ്റവും പുതിയ കാഴ്ചകൾ. നമുക്ക് പറയത്തക്ക രീതിയിലുള്ള കാഴ്ചകളൊന്നുമില്ല. ഇവിടെ താണ്ട സർവീസ് റോഡിൽ വലത്തേ സൈഡിലായിട്ടൊരു 2 ലോഡ് GSBയും കൂടെ കൊണ്ടുവന്നിട്ട് നിരത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും സർവീസ് റോഡിന് വേണ്ടിയിട്ട്. ഇവിടുത്തെയൊക്കെ പണി നമ്മൾ കാണുന്നത് കുറേ നാളിന് മുമ്പ് കഴിഞ്ഞിട്ടുള്ളതാണ്. കുറച്ച് നാൾ സ്പീഡായിട്ട് ഈ ഒരു ഏരിയയിലൊക്കെ കഴിഞ്ഞിട്ടുള്ള കാഴ്ചകളാണ്. പണികൾ എത്രത്തോളം കുറേ നാളിന് മുമ്പ് കഴിഞ്ഞതാണോ അങ്ങനെ തന്നെ കിടക്കുകയാണ്. പിന്നെ നമ്മൾ താണ്ട് കുറച്ചും കൂടി ഇങ്ങോട്ട് വരുമ്പം ശങ്കരമംഗലം ഭാഗത്തോട്ട് അടുക്കാറായുമ്പോൾ ഇവിടെ ഇടത്തേ സൈഡിൽ സർവീസ് റോഡിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പണി ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ ഇടത്തേ സൈഡിൽ സർവീസ് റോഡിന് വേണ്ടിയിട്ട് കുറച്ച് GSB ഇട്ട് നികത്തിയിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് പിടിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു സ്ഥലത്തൊക്കെ. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സർവീസ് റോഡിലേക്കും മെയിൻ റോഡിലോട്ടുമൊക്കെ വെട്ടം വരുന്നതിന് വേണ്ടിയിട്ട് 2 സൈഡിലെയും ക്രാഷ് ബാരിയറിൽ സ്ട്രീറ്റ് ലൈറ്റ് പിടിപ്പിച്ചിട്ടുണ്ട്. വലത്തെ സൈഡിൽ ക്രാഷ് ബാരിയറിൽ വെള്ള പെയിൻ്റ് അടിച്ച് കറുത്ത ലൈനും ഒക്കെ ഇട്ട് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. നേരെ നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരും. പിന്നെ KMML ആണ്. പിന്നെ നമുക്ക് അധികം അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അവിടെ പിന്നെ റെഡ് സോണാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ നിന്ന് അങ്ങോട്ട് കയറി പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അപ്പം ഇതാണ് ഇവിടത്തേക്ക് കാഴ്ചകൾ. ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് പോകുന്നിടത്ത് പിന്നെ ചവറ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തായിട്ടുള്ള അവിടെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ മണ്ണിട്ട് നികത്തി എടുത്തിട്ടുണ്ട്. അതേ ഉള്ളൂ. പറയത്തക്ക രീതിയിലുള്ള വലിയ മാറ്റങ്ങളൊന്നുമില്ല. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും. കാത്തിരിക്കുക.